അളവെടുത്ത് വന്നിട്ടാണ് ഈ സംഭവം വെച്ചത്. അത് ആദ്യമേ വന്ന് അളവെടുത്തു, പിന്നെ അത് കഴിഞ്ഞ് പണിഞ്ഞുകൊണ്ട് വന്നു, അത് വെച്ച് നോക്കി, പിന്നെ വന്നു, എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും സുരേഷ് ഗോപി അത് കൊണ്ടുപോകുന്നത്, കൊണ്ടുപോയി കറക്റ്റിന് വെക്കുന്നത്. വെക്കുന്ന സമയത്താണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു ഇൻസിഡന്റ്. സുരേഷ് ഗോപി തൃശ്ശൂർ ഒരു പള്ളിയിൽ മാതാവിന് സ്വർണത്തിന്റെ കിരീടം വെച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ആ ഒരു ന്യൂസ് ഇപ്പം എല്ലായിടത്തും ഭയങ്കരമായിട്ട് വൈറലായിട്ട് വരുന്നുണ്ട്. കാര്യം പുള്ളിക്കാരന്റെ മകളുടെ കല്യാണമാണ് മറ്റന്നാള്, ബുധനാഴ്ച ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ കല്യാണത്തോട് റിലേറ്റ് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി മകളുമായിട്ട് പള്ളിയിൽ ചെന്നതും ഇതണക്ക് കിരീടം വെച്ചതും എല്ലാം. അപ്പൊ ഈ കിരീടം വെച്ചതിന്റെ സമയത്ത് ഈ കിരീടം തറയിൽ വീണിട്ടുണ്ടായിരുന്നു. ആ തറയിൽ വീണപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അത് മാതാവിന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. പിന്നെ കുറെ പേര് ഓഫ്കോഴ്സ് സുരേഷ് ഗോപിക്ക് എതിരെ നിൽക്കുന്നവർ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരും കൂടി അതിന്റെ ഇടയിൽ കൂടെ വന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഇത്രയും നാൾ ചെയ്ത തെറ്റുകളും ഉണ്ടായിരിക്കാം, അത് മാതാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം, പിന്നെ പാർട്ടി ബേസ് ആയത്, അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയും കാര്യങ്ങളും സോഷ്യൽ മീഡിയ പിന്നെ അതങ്ങ് ഏറ്റെടുത്ത് ഫുള്ള് കാര്യം അങ്ങ് നെഗറ്റീവ് വരാൻ തുടങ്ങി. കാര്യം സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു ഈ ഒരു കിരീടത്തിന്റെ കേസിൽ പണ്ട് ചെയ്തൊരു നേർച്ചയാണ്. ആ നേർച്ച പുള്ളിക്കാരൻ അത് ഇപ്പം മകളുമായിട്ട് വന്ന് ആ നേർച്ച കംപ്ലീറ്റ് ചെയ്തെന്ന് തന്നെ പറയാം. ആ നേർച്ച പുള്ളിക്കാരൻ നേർന്ന നേർച്ചയായിരുന്നു. ആ നേർച്ച പുള്ളിക്കാരൻ നേർന്നത് ആ ഒരു കാര്യം മകളുമായിട്ട് വന്ന് അത് സാധിച്ച്, മകളും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത ഒരു ശില്പിയുണ്ട്, ആ പുള്ളിക്കാരനും കൂടി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി കുറച്ച് സ്വർണം മാത്രമാണ് കൊടുത്തിട്ട് ഇത് ഇതേപോലെ ചെയ്തിട്ട് അതും അളവെടുത്തിട്ടാണ് ഇത് സംഭവം കൊണ്ട് വെച്ചത്. കാര്യം അളവെടുത്തിട്ട് കിരീടം കൊണ്ട് വെച്ച് കഴിഞ്ഞാലും വീഴാൻ അങ്ങനെ പാടാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാര്യം ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരും. അപ്പൊ ഇതെല്ലാം ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല. പിന്നെ നല്ലൊരു കാര്യം നടക്കുവാണ്, കാര്യം കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. പിന്നെ ചിലവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ വീഡിയോയിൽ സുരേഷ് ഗോപി ഇത് ഒരു വട്ടം വെച്ചിട്ട് വീണു, പിന്നെയും വെച്ചിട്ട് ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് പുള്ളി തിരിഞ്ഞ് നടന്നു പോകുന്നുണ്ട് എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇതാണ് ആ വീഡിയോ. അപ്പൊ അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. വെക്കുമ്പോഴത്തേക്ക് അത് വീഴുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ കറക്റ്റ് മെഷർമെന്റ്സ് ഒന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി. കാര്യം അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ചെറിയ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വീഴും. അപ്പൊ ഈ ഒരു കാര്യത്തിനകത്തോട്ട് വരുമ്പോൾ ഇത് മാതാവിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനൊന്നും പറയേണ്ട ആവശ്യങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഓവറായിട്ട് വിശ്വാസങ്ങൾ ഭയങ്കരമായിട്ട് വെക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു നിമിത്തങ്ങളാന്നൊക്കെ പറയും. അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദോഷമാണ്, ഇങ്ങനെയൊന്നും ചെയ്യില്ല. കാര്യം അവരുടെ ആഗ്രഹത്തിന് അവർ ആ സംഭവം സാധിച്ചു, അവർ സാധിക്കുകയും ചെയ്തു, അവർ വെക്കുകയും ചെയ്തു. പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ദുഷ്ടനായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങേരെ പറ്റിയിട്ട് ഈ അടുത്തും ജയറാമൊക്കെ വന്നിരുന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ്. കാര്യം പുള്ളിക്കാരന് കിട്ടുന്ന പൈസ ഫുള്ള് എന്താണ് മാക്സിമം ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുവാണെന്നാണ് പറയണത്. അല്ലാതെ പുള്ളി അത്രയ്ക്ക് വലിയ ദുഷ്ടനോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിക്കാരൻ നേർന്നൊരു നേർച്ച അത് പുള്ളിക്കാരൻ മകളുമായിട്ട് വന്ന് സാധിച്ചു. കാര്യം ആ മകൾക്ക് പറയും, മക്കളെ എന്തുമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ആ കിരീടം പണിഞ്ഞ ഒരാളോട്, അതായത് കിരീടം പണിഞ്ഞ ആ ശില്പി പറയുന്ന കുറച്ച് കാര്യമുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. വേണം ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം അത് സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വയ്ക്കുമായിരുന്നു. അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചെയ്യാൻ 17 ദിവസത്തോളം എടുത്തു. ഇവിടെ ആദ്യം വന്ന് നമ്മൾ അളവെടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത്. അല്ല, അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു, ഞാനത് തൂക്കി നോക്കിയില്ല. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ ശരിക്കും അളവെടുത്ത് വന്നിട്ടാണ് ഈ സംഭവം വെച്ചത്. അത് ആദ്യമേ വന്ന് അളവെടുത്തു, പിന്നെ അത് കഴിഞ്ഞ് പണിഞ്ഞുകൊണ്ട് വന്നു, അത് വെച്ച് നോക്കി, പിന്നെ വന്നു, എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും സുരേഷ് ഗോപി അത് കൊണ്ടുപോകുന്നത്.
കൊണ്ടുപോയി കറക്റ്റിന് വെക്കുന്നത്. വെക്കുന്ന സമയത്താണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. ഇതിനകത്ത് ഇപ്പം ഞാൻ അതാ പറഞ്ഞത്, ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം വരുന്ന സമയങ്ങളിൽ. പിന്നെ ഈ കാറ്റിന്റെയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് വീഴുന്നതായിരിക്കാം. അത് കാര്യം ഒരു അവസരം എന്തെങ്കിലും കിട്ടാനിരുന്നിട്ട് കിട്ടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക്. കാര്യം ഇതിനെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കണ്ടു. അത് കണക്ക് തന്നെ ആൾക്കാർ പറയുന്ന ഒരു ന്യൂസ് ചാനലിനകത്ത് ഒരു കുറച്ച് കാര്യവും പറയുന്നുണ്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട്. ആൾക്കാർ പറയുന്ന രീതി എങ്ങനെയാണെന്ന് അതൊന്ന് കേട്ടു നോക്കാം. സുരേഷ് ഗോപിയും മക്കളും ചേർന്ന് ചാർത്തിയ കിരീടം മാതാവ് കോപിച്ചതിനാൽ അപ്പോൾ തന്നെ താഴെ വീണ് ഉടഞ്ഞു എന്നും കിരീടം ചാർത്തൽ വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നും സുരേഷ് ഗോപി എന്തുകൊണ്ട് കൊല്ലത്തെ പള്ളിയിൽ സ്വർണ്ണ കിരീടം നൽകിയില്ല എന്നും തുടങ്ങി അനേകം വിമർശനങ്ങൾ. കണ്ടോ, എന്തുകൊണ്ട് കൊല്ലത്തെ പള്ളിയിൽ കൊടുത്തില്ല? പിന്നെ ഇതൊരു ഇലക്ഷന്റെ ഭാഗമായിട്ട് ചുമ്മാ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള പരിപാടിയായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? അപ്പം ഇതെല്ലാം ഇതിന്റെ ഒരു പാർട്ടായിട്ട് വരുവാണ്. കാര്യം അങ്ങേരുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അങ്ങേരുടെ മകളുടെ കല്യാണത്തിന് ഇപ്പൊ നേർച്ചയായാലോ കാര്യങ്ങളായാലോ ഫാമിലി ആയിട്ട് പോയി ചെയ്യുന്നത്, ഇതെല്ലാം ഇലക്ഷന്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യണ്ടേ? ഇപ്പൊ അത് അങ്ങേരെ പുള്ളി ചെയ്ത ഒരു നേർച്ച, അത് ആ പുള്ളിക്കാരൻ അത് അതേപോലെ ഭംഗിയായിട്ട് ആ കാര്യം സാധിച്ചെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനകത്ത് ശരിയായിരിക്കാം, മാതാവിന്റെ തല വെച്ചപ്പോൾ അത് വീണപ്പം അതൊരു എരണക്കേട് പോലെ അത് മേ ബി അത് ഫീൽ ചെയ്യാം. അത് വലിയ സംഭവം പറയത്തില്ല, ഓവറായിട്ട് വിശ്വാസമുള്ളവർക്കും എല്ലാവർക്കും അതൊരു എരണക്കേട് പോലെ അത് ഫീൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്തായാലും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ആ ഒരു ഫേസിൽ ഒരു വല്ലായ്മ പോലെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണമാണ് ഈ വരുന്ന 17-ാം തീയതി ആണെന്ന് തോന്നുന്നു. എന്തായാലും നരേന്ദ്രമോദി ഉൾപ്പെടെ എല്ലാവരും ഭയങ്കരമായിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടി തന്നെ. ഒരു നരേന്ദ്രമോദിയൊക്കെ പോലത്തെ ഒരാള് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒക്കെ കല്യാണത്തിൽ പങ്കെടുക്കുക എന്ന് പറയണത് അതൊരിക്കലും ഒരു നിസ്സാര കാര്യമല്ല, അല്ലെ? അപ്പൊ എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.